എന്താണ് ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ സിനാരിയോ അല്ലെങ്കിൽ ഒരു കേരള സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഭയങ്കരമായിട്ട് ബൂം ചെയ്യാണ്. എങ്ങനെ പേഷ്യൻസിനെയും അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്ന് പറയുന്ന ക്ലയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലാണ് വലിയ വലിയ ഹോസ്പിറ്റൽസും ബ്രാൻഡ്സും ഒക്കെ ഡെവലപ്പാണ്. ക്വാളിറ്റി ഹെൽത്ത് കെയർ കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് വളരെ സുതാര്യമായി നടക്കുക, എവിഡൻസ് ബേസ്ഡ് നടക്കുക, അങ്ങനെ ഒരുപാട് ക്വാളിറ്റി പെർസ്പെക്റ്റീവ്സിലാണ് വൻകിട ഹോസ്പിറ്റൽസും ഇപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ പോലും വളരെ വ്യക്തമായി പറയുന്നു. NABH പോലുള്ള സർട്ടിഫിക്കേഷൻസ് വേണമെന്നൊക്കെ പറയുന്നത് രോഗിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളതും എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്നുള്ളതുകൊണ്ടാണ്. ട്രീറ്റ്മെൻറ്റ്സും സംവിധാനങ്ങളും എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ 22 കൊല്ലമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഞാൻ കൊല്ലത്തെ വളരെ പ്രസക്തമായ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ്. ഞാനവിടെ ക്വാളിറ്റി ഹെഡ് ചെയ്യുന്നുണ്ട്. ഞാനവിടെ ഓപ്പറേഷണൽ ഹെഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു സംവിധാനത്തിലാണ് ഞങ്ങൾ മെഡിസിറ്റിയിൽ പേഷ്യൻ്റ് കെയർ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള ഒരു രോഗിയുടെ സാഹചര്യം, മീൻസ് വാട്ട് ഹാപ്പൻസ് ടു ഹിം ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ്, അതിലേക്ക് നമ്മൾ ആരും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊരു പേഷ്യൻ്റ് വരുന്നു. വളരെ നല്ല രീതിയിൽ ആ പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുന്നു, എമർജൻസി 0 അവർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, ബ്ലോക്ക് മാറ്റുന്നു, ആ പേഷ്യൻറ്റിന് ജീവിതം തിരിച്ചു കിട്ടുന്നു, ജീവിതത്തിലേക്ക് പേഷ്യൻ്റ് വരുന്നു. 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ആ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തമായിട്ടുള്ള ഡിസ്ചാർജ് പ്ലാനിൽ വീട്ടിൽ പോകുന്നു. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഡോക്ടർ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അതിനുശേഷം ആ പേഷ്യൻറ്റിന് ശരിക്കും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ഡോക്ടറിൻ്റെയോ ഒരു ഹോസ്പിറ്റലിൻ്റെയോ കൺട്രോളല്ല. അതിപ്പോൾ ഞാനും ഒരു ട്രീറ്റിംഗ് ഡോക്ടറാണ്. ഞാനിപ്പോൾ ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുന്നു, മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നു. ഒരു 3 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുക, മുട്ടുമാറ്റി വയ്ക്കുക, വീട്ടിൽ പോകുന്നു. അതിനുശേഷമുള്ള ആ പേഷ്യൻറ്റിൻ്റെ ജീവിത രീതികൾ അല്ലെങ്കിൽ ജീവിത സാഹചര്യം, ആ ഒരു പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് എങ്ങനെയുണ്ട് എന്ന് എനിക്ക് വ്യക്തമായ ധാരണകൾ കിട്ടുമെന്ന് ഇല്ല. കാരണം അവിടെ ആ പേഷ്യൻ്റ് മാനസികവുമായും ശാരീരികവുമായും വേറൊരു സാഹചര്യത്തെ പൊരുത്തപ്പെട്ടിട്ട് വളരെ പരിശ്രമിച്ച് 2-3 മാസം കൊണ്ടാണ് തിരിച്ച് അയാൾ ഒരു നോർമൽ ലൈഫിലേക്ക് കയറി വരുന്നത്. അപ്പോൾ നോർമൽ ലൈഫിലേക്ക് കയറി വന്നാലും ഒരു കാർഡിയാക് ഇവൻ്റ് വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തൊരു പേഷ്യൻ്റ് എപ്പോഴും ആ ഹൃദയം എന്ന് പറഞ്ഞൊരു പ്രശ്നത്തിനെ പേടിച്ചുള്ള ജീവിതമാണ് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. മുട്ട് മാറ്റി വെച്ചൊരു പേഷ്യൻ്റ് മുട്ടിൻ്റെ വേദനകളൊക്കെ മാറി നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നു. പക്ഷേ എപ്പോഴും അവരുടെ ഒരു ജീവിതം ആ മുട്ടിലേക്ക് മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ മുട്ട എവിടെയെങ്കിലും തട്ടുമോ, അത് ഇൻഫെക്ഷൻ ആകുമോ, അത് ഇതാകുമോ. അപ്പം ശരിക്കും അവർക്ക് വേണ്ടുന്നൊരു പുനരധിവാസം, ഒരു റീഹാബിലിറ്റേഷൻ, എങ്ങനെ തിരിച്ച് അവർ വളരെ പെർഫെക്റ്റായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ജീവിത ശൈലിയിലേക്ക് അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജി, ഒരു സയൻസ്, അതാണ് ഇത്തരത്തിലുള്ളൊരു ഹോസ്പിറ്റലിന് വേണ്ടി ഞാൻ ചിന്തിച്ചു കൂട്ടിയ ഒരു ആശയം. അതായത് എവിടേക്കോ നമ്മളെല്ലാവരും ചികിത്സ കിട്ടുന്ന ആൾക്കാരാണ്, ചികിത്സിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ചികിത്സയ്ക്ക് ശേഷം നമുക്ക് ആ ചികിത്സ അല്ലെങ്കിൽ രോഗാവസ്ഥ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ജീവിതത്തിൻ്റെ പ്രസരിപ്പ്, സന്തോഷം അല്ലെങ്കിൽ ആ ധൈര്യം ചികിത്സയ്ക്ക് ശേഷം കിട്ടാറുള്ളൂ. ആ ധൈര്യം കിട്ടിയാൽ മാത്രമേ ആ മനുഷ്യൻ ഒരു പഴയ രൂപത്തിലുള്ള മനുഷ്യനാവുള്ളൂ. അപ്പം ചികിത്സ ചെയ്തു, അസുഖം ഭേദപ്പെട്ടു, പക്ഷേ ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ രീതികളിൽ അദ്ദേഹത്തിന് ധൈര്യം കൈവരിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ജീവിതം ഒരു പോരായ്മയുടെ ജീവിതമായിട്ട് മാത്രം മാറുന്നു. സോ വി ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ റീഹാബിലിറ്റേഷൻ. ഈ ഹോസ്പിറ്റൽ ഈ കൺസെപ്റ്റ് ബ്രിങ്ങിങ് യു ബാക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ചെയ്യുന്ന കൺസെപ്റ്റ് ഒരു ചികിത്സയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്തും ചികിത്സിച്ചോളൂ, നിങ്ങളൊരു നടുവേദനയെ ചികിത്സിച്ചോളൂ, നിങ്ങളൊരു നട്ടലിൻ്റെ സർജറി ചെയ്തോളൂ, നിങ്ങൾ ഹാർട്ടിൻ്റെ സർജറി ചെയ്തോളൂ, നിങ്ങൾ മുട്ട് മാറ്റി വെച്ചോളൂ, ഇടുപ്പ് മാറ്റി വെച്ചോളൂ. നിങ്ങളുടെ രോഗാവസ്ഥയിൽ നിങ്ങൾ രക്ഷപ്പെട്ട് ഒരു നല്ല ചികിത്സാ രീതി കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അതിനുശേഷം നിങ്ങളെ ജീവിതത്തിലേക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയും പൂർണ്ണ മാനസിക ആരോഗ്യത്തോടു കൂടിയും തിരിച്ചെങ്ങനെ കൊണ്ടുവരാം, ഒരു റീഹാബിലിറ്റേഷൻ, അവിടെയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസക്തി ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഡയലോഗ് ബ്രിങ്ങിങ് യു ബാക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, എവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഒരു രോഗത്താലോ വേദനയാലോ നഷ്ടപ്പെട്ടോ ആ നഷ്ടപ്പെട്ടു പോയ ഫേസിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ സഹായിക്കുന്നു. അതെങ്ങനെ സഹായിക്കുന്നു? അത് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള റീഹാബിലിറ്റേഷനിലായിരിക്കാം, അത് മാനസികമായുള്ള റീഹാബിലിറ്റേഷൻ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. സോ എവ്രി വൺ നീഡ്സ് ദിസ്.
ഇതിനിപ്പോൾ ഒരു രോഗാവസ്ഥയിൽ മാത്രമല്ല ഈ റീഹാബിലിറ്റേഷൻ വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 45-നും 55-നും ഇടയിൽ ഒരു സ്ത്രീ ഒരു മെനോപോസൽ, അതായത് ആർത്തവവിരാമത്തിന് ശേഷം അവരുടെ ശാരീരികവും മാനസികവുമായി വരുന്ന വ്യതിയാനങ്ങളെ അവരെങ്ങനെ അതിജീവിക്കുന്നു എന്ന് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. ചിലപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും, അവർ പലതരത്തിലുള്ള സപ്ലിമെൻറ്റേഷൻ അഡ്വൈസ് കൊടുക്കും, മെനോപോസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ മെൻ്റലി ഹൗ ടു ഓവർകം ദാറ്റ് ഫിസിക്കൽ ആൻഡ് ഹോർമോണൽ ഓർ മെൻ്റൽ സ്ട്രെയിൻ പോസ്റ്റ് മെനോപോസൽ, അതിനൊരു പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം എന്ന് വരയ്ക്കും ലേബിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സ്ത്രീകളിൽ വരാറുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സയൻസ്, ഒരു മെത്തേഡ്, that is what we plan here. So we have postmenopausal packages, postmenopausal syndrome rehabilitation packages where psychological, social and bodily rehabilitation is being given to that patient. അവർക്കവിടെ വേദന വരാം, മാനസിക ഉത്കണ്ഠ വരാം, ഡിപ്രഷൻസ് വരാം, ആൻസൈറ്റി വരാം, ആ ഒരു സ്ത്രീത്വം മാറുന്നതിൻ്റെ പല പ്രശ്നങ്ങൾ അവർ നേരിടാം. പക്ഷേ അവരുടെ കുടുംബത്തിൽ നിന്ന് പോലും അവർക്ക് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടണമെന്നില്ല. കാരണം ആ കുടുംബം ഇവരെ അത്തരത്തിൽ കാണേണ്ട കാര്യമില്ലല്ലോ. കാരണം 10-20 കൊല്ലമായിട്ട് കൂടെ താമസിക്കുന്ന ഹസ്ബൻഡായാലും മക്കളായാലും അമ്മയ്ക്ക് 50 വയസ്സായി എന്നുള്ളതിനപ്പുറം അമ്മയുടെ മനസ്സിലൂടെ പോകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. അത് മാത്രമല്ല, ഈ അമ്മമാരത് തുറന്ന് പറയാനും പലപ്പോഴും മടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് വേണ്ടുന്ന റീഹാബിലിറ്റേഷൻ, അവിടെ അവരുടെ വേദനകളെ അഡ്രസ്സ് ചെയ്യണം. ചിലപ്പോൾ ചില വേദനകളെന്ന് പറയുന്നത് സൈക്കോസൊമാറ്റിക് പെയിൻ ആയിരിക്കും. അത് ചിലപ്പം ആ ശരീരത്തിൻ്റെ ഒരു അസുഖ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന വേദനയായിരിക്കില്ല. ചിലപ്പോൾ ഒരു മെക്കാനിക്കൽ പെയിൻ ആയിരിക്കും, കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന പെയിൻ ആയിരിക്കും. പക്ഷേ ആ വേദനയെ അവർ മനസ്സുകൊണ്ടും കൂടെ പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സൈക്കോസൊമാറ്റിക് നേച്ചറായിട്ട് പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എത്ര വേദന സംഹാരം കൊടുത്താലും അവരുടെ വേദന മാറില്ല. കാരണം അവർ പറയാൻ ശ്രമിക്കുന്ന കാര്യം, അവരാ വേദനയിലൂടെ അവരുടെ ആ ഒരു കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിലേക്കോ പറയാൻ ശ്രമിക്കുന്ന കാര്യം അവർക്ക് കൺവിൻസ്ഡ് ആവാതെ ആ പെയിൻ മാറില്ല. അതിനാണ് സൈക്കോസൊമാറ്റിക് നേച്ചർ ഓഫ് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് തന്നെ വേണം. അവർക്ക് സെൽഫായിട്ട് അവരെ സൈക്കോളജിക്കൽ അനാലിസ് ചെയ്യാൻ പറ്റും. ദിസ് എ ലിറ്റിൽ ബിറ്റ് കോംപ്ലക്സ് പ്രോഗ്രാമാണ്. പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനം അതിപ്പോൾ നമ്മളുടെ വലിയ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ സാഹചര്യങ്ങളെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നൊരു പേഷ്യൻറ്റിന് അയാൾക്ക് എല്ലാ വരുന്ന പേഷ്യൻസിനും ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു മ്യൂസിക് തെറാപ്പി കൊടുക്കാൻ പറ്റുക പ്രായോഗികമായിട്ടുള്ള കാര്യമായിരിക്കില്ല. അല്ലെങ്കിൽ ഒരു റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമാവില്ല. അപ്പം ആ സെഗ്മെൻറ്റിനെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ടേം ലൈക്ക് ബ്രിങ്ങിങ് യു ബാക്ക്. നിങ്ങൾ ഏത് പ്രസരപ്പിൽ ഇരുന്നിരുന്നുവോ അതിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മെത്തേഡ്. ദാറ്റ് ഈസ് ബ്രിങ്ങിങ് യു ബാക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചികിത്സയ്ക്ക് ശേഷം വരുന്ന ഒരു ചികിത്സാവിധി. അപ്പം ഒരു പ്രശ്നത്തിന് മേൽ നമ്മൾ ചികിത്സിക്കപ്പെടുന്നു, അതിന് ശേഷമുള്ളൊരു സെഗ്മെൻറ്റ്, അവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയർ, ക്യാമ്പസ് ആണെങ്കിലും ഇവിടുത്തെ റൂംസ് ആണെങ്കിലും, ഇവിടെ നമ്മൾ പേഷ്യൻറ്റിനെ കിടത്തിയാണ് ചികിത്സിക്കപ്പെടുന്നത്. അതായത് റീഹാബിലിറ്റേഷൻ എന്ന സെഗ്മെൻറ്റ് നമ്മൾ അഡ്മിറ്റഡ് ആയിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ ആ ഒരു റൂമിന് ഈ ഹോസ്പിറ്റലിന് വേണ്ടുന്ന എല്ലാ അമ്യൂണിറ്റീസും ഉണ്ടാവും. പേഷ്യൻ്റ് കിടക്കേണ്ട രീതിയിലുള്ള ബെഡായിരിക്കും, നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ട്, റേഡിയോളജിക്കൽ സർവീസസ് ഉണ്ട്, ഫുൾ ടൈം ഹൗസ് കീപ്പിംഗ്, സപ്പോർട്ടിങ്, ഓക്സിലറി, നഴ്സിംഗ് അസിസ്റ്റൻസ്, എല്ലാ സംവിധാനങ്ങളും സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കിടക്കുന്ന രോഗിക്ക് അവരൊരു ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് എന്ന് ഫീൽ ചെയ്യാത്തവണ്ണം നമ്മളിതിൻ്റെ അറ്റ്മോസ്ഫിയറിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ റൂം ആണെങ്കിൽ പോലും ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് ഒരു ഹോസ്പിറ്റാലിറ്റി കൂടുതൽ തരുന്ന ഒരു റിസോർട്ട് ലൈക്ക് ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു ഹോംലി ഫീലിംഗ് തരുന്ന റൂംസ്. ഫുഡ് ആണെങ്കിൽ പോലും നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു കിച്ചൺ സർവീസിൽ അവർക്ക് ആവശ്യമുള്ള, അവരുടെ ടേസ്റ്റ് ബഡ്സിന് ആവശ്യമുള്ള, എന്നാൽ അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഫുഡ്സ് കൊടുക്കുക. ഒരു ഹോംലി രീതിയിലുള്ള ഫുഡ്, ഒരു നോമിനൽ മെസ്സോ അല്ലെങ്കിൽ ഒരു ക്യാൻറ്റീനോ വരുന്ന ഫുഡ് പോലെ അല്ലാതെ. അപ്പോൾ അതിന് കൊടുക്കുന്ന പരിചാരണം ചെയ്യുന്ന ആൾക്കാർ, നഴ്സിംഗ് സ്റ്റാഫ് ആണെങ്കിലും ആ നഴ്സിംഗിൻ്റെ കെയർ, വാട്ട് എ റിയൽ നഴ്സിംഗ് കെയർ ലുക്സ് ലൈക്ക്. അപ്പോൾ അവരെ എങ്ങനെ ആ നഴ്സ് പരിചരിക്കണം, ഒരു കൺവെൻഷണൽ, ഒരു ട്രഡീഷണൽ നഴ്സിംഗ് കെയർ കൂടെ ഡെലിവർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് ഓവറോൾ എന്താ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലിൻ്റെ ചികിത്സ അവർ കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ കിടന്ന് അവർ 5 ദിവസമോ 10 ദിവസമോ ചിലപ്പോൾ ICUലായിരിക്കും അവർ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് അവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തിരിച്ചുവരവിൽ നമ്മളൊരു ആ ഹോംലി അറ്റ്മോസ്ഫിയർ, അവരുടെ ഹാബിറ്റ്സിനും അവരുടെ പ്രയോറിറ്റീസിനും കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട്, ഇപ്പോൾ എവറി വീക്ക് ഞങ്ങൾ ഒരു നിശ്ചിത ദിവസം രാത്രി ഇവിടെ ഒരു മ്യൂസിക്കൽ നൈറ്റ് കണക്ക് വെക്കാറുണ്ട്. പെർഫോമേഴ്സ് വന്ന് പാട്ടുകൾ പാടുകയോ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്. അപ്പോൾ ചില അമ്മമാർ, ചില പേഷ്യൻസൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു വേദിയിലിരിക്കുന്നത്. പക്ഷേ അവരത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത്രയും നാൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ എന്താണെന്ന്
എന്താണ് എന്ന് അവർ മനസ്സിലാക്കുക. സോ കൂടുതൽ എനർജറ്റിക് ആയിട്ട് അവർ ജീവിതത്തിൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇനിയുള്ള അവരുടെ ജീവിതകാലത്തിൽ അവരെന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ കൂടുതൽ മാനസികമായി ഒരു ഉത്സാഹത്തിൻ്റെ ഒരു പാതയിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് സൈക്കോ അനാലിസിസ് ചെയ്ത്, ബോഡിലി അനാലിസിസ് ചെയ്ത്, വേദനയ്ക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡയഗ്നോസ് ചെയ്ത് പരിഹാരം ചെയ്ത് മാനസിക റീഹാബിലിറ്റേഷൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ്. ആൻഡ് വി പ്രൊവൈഡ് ഓൾമോസ്റ്റ് ഓൾ ദ ഓക്സിലറി സർവീസ് ഓഫ് എ ഹോസ്പിറ്റൽ. പിന്നെ ഇവിടെ കൗണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ്സിലായിട്ടുള്ള നമുക്ക് ന്യൂറോളജി, ന്യൂറോ സർജറി, കാർഡിയോളജി, ഡയബറ്റോളജി, ജനറൽ ഫിസിഷ്യൻ, ഹെഡ് ആൻഡ് നെക്ക് സർജൻ, സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ഇവരുടെ എല്ലാവരുടെയും ഒരു സേവനം നമ്മൾ വിളിച്ചു. കാരണം ആ പേഷ്യൻറ്റിന് ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റിലും ഏതൊരു ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വന്നതാണെങ്കിലും അവർക്ക് വ്യക്തമായുള്ളൊരു ധാരണയിൽ ഒരു ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള സാഹചര്യം, ഒരു അഡ്വൈസ്, ഒരു ഫോളോ അപ്പ്, ഇതെല്ലാം ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റ്. സോ ദിസ് can't be or this shouldn't be concepted as a conventional hospital ആയിട്ട് കൺസെപ്റ്റ് ചെയ്യാതെ ഒരു ന്യൂ ട്രെൻഡ് ഓഫ് ഡെലിവറിങ് എ മെഡിക്കൽ കെയർ എന്നുള്ളതാണ് ഞങ്ങളിവിടെ കൺസെപ്റ്റ് ആക്കുന്നത്. സോ അറ്റ് എനി കോസ്റ്റ് വി വിൽ ട്രൈ ഹാർഡ് ടു ബ്രിങ് ദം ബാക്ക് ടു എ നോർമൽ ലൈഫ്. അവർ എവിടെയാണോ അവരുടെ ഒരു ഫേസ് ഓഫ് ലൈഫ് അവർക്കൊരു പോസ് വന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു റീറെയിലിംഗ് വന്നത്, അതിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളാൽ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്ത് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബ്രിങ്ങിങ് യു ബാക്ക് NHC ഹോസ്പിറ്റൽ എന്ന കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്.